ഉമർ ഖാലിദിനെ കുറിച്ചാണ്. 4 വർഷത്തിലധികമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. വിചാരണയില്ല, ജാമ്യമില്ല. ഏറ്റവും സ്വാഭാവികമായ നീതി പോലും നിഷേധിക്കപ്പെട്ട തടവറയിൽ കഴിയുന്ന നീതി നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഇരയുടെ ഏറ്റവും വലിയൊരു പ്രതീകമായി മാറിയിരിക്കുകയാണ് ഉമർ ഖാലിദ് എന്ന പേര്. ഇന്നലെ അദ്ദേഹത്തിന് ഡൽഹി ഹൈക്കോടതി ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് അജിംസ്, ഈ ബിൽക്കീസ് ബാനു കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 13 കുഞ്ഞുങ്ങളെ അടക്കം 13 പേരെ തലക്കടിച്ച് കൊന്ന് ഏറ്റവും മൃഗീയമായി ക്രൂരമായി നമുക്ക് കേൾക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളൊരു സംഭവം. ആ സംഭവത്തിൽ പ്രതികളെ വെറുതെ വിട്ട് പിന്നീട് സുപ്രീം കോടതി ഇടപെടലുണ്ടായി. അങ്ങനെ വെറുതെ വിട്ട ഒരു രാജ്യത്താണ് ഉമർ ഖാലിദ് എന്നൊരു ഗവേഷക വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥി നേതാവ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമ്പോൾ അതൊരു തിരിച്ച് ഒരുപക്ഷെ ഇന്നലെ നിയമവിദഗ്ധരുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് ജാമ്യം 7 ദിവസം മാത്രമാണ്, അത് കഴിഞ്ഞാൽ അദ്ദേഹം ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ളതാണ്. എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഇതൊരു ഉമർ ഖാലിദിന്റെ മാത്രം പ്രശ്നമല്ല രേഷ്മ. എൻ്റെ കാരണം വെച്ചാൽ ഈ 2020 ഡൽഹി റൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടെലിവൈസ്ഡ് റൈറ്റാണ്. നമ്മളൊക്കെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റൈറ്റാണ്. ഇതിനു മുമ്പ് അങ്ങനെ ടെലിവൈസ്ഡ് ആയിട്ടുള്ള റൈറ്റ് ഉണ്ടായിട്ടുള്ളത് ഗുജറാത്ത് റൈറ്റാണ് 2002. അന്ന് മലയാളം ചാനലുകളൊന്നും പോയി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നാഷണൽ ടെലിവിഷൻ, ഇപ്പോൾ ഇന്ത്യ ടുഡേ പോലുള്ള, ഇന്ത്യ ടുഡേ അല്ലല്ലോ, CNN പോലുള്ള, CNN IBN ആണ് അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് ചാനൽ. അവർ നേരിട്ട് പോയി ലൈവ് കവറേജ് നടത്തേണ്ട ഒരു റൈറ്റാണത്. അതിനുശേഷം ഒരു ലൈവ് കവറേജ് റൈറ്റ് നടക്കുന്നത് ഡൽഹിയിലാണ് 2002 ശേഷം. അവിടെ എന്താണ് സംഭവിച്ചത്, അതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്, അതിന് ശേഷം എന്താണ് സംഭവിച്ചത്, ഇന്ത്യക്കാർ നല്ല ഇൻഫോംഡ് ആണ് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. ആർക്കും എന്തെങ്കിലും സംശയമുണ്ടോ? CA എന്ന് പറയുന്നൊരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമത്തിനെതിരെ ഡൽഹിയിൽ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടാകുന്നു. സാധാരണക്കാരായ മനുഷ്യർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ആ സമരപ്പന്തലിലേക്ക് രാജ്യത്തെ വ്യത്യസ്ത കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാക്കൾ, രാജ്യത്തെ ആക്ടിവിസ്റ്റുകളൊക്കെ വന്ന് സംസാരിക്കുന്നു. ആ സമരത്തിൽ പങ്കാളിയാവുന്നു. ഇന്ത്യ മുഴുവൻ നടന്ന ഒരു സമരത്തിൻ്റെ ഒരു എപ്പിസെൻ്ററായിട്ട് ഡൽഹിയിലെ സമരം മാറുന്നു. ഇന്ത്യയിൽ പലയിടത്തും സമരം നടന്നു, കേരളത്തിൽ നടന്നു, എല്ലായിടത്തും സമരം നടക്കുന്നു. ആ സമരം തുടരാൻ അനുവദിക്കില്ല എന്ന് ഇന്ത്യയിലെ RSSഉം BJPയും സംഘപരിവാറും പ്രഖ്യാപിക്കുന്നു. ഗോലി മാരോ സാലോം കോ എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. അവരെ വെടിവെക്കൂ എന്ന ആഹ്വാനം കേട്ടുകൊണ്ട് ധാരാളം ചെറുപ്പക്കാർ, RSSനാൽ പ്രചോദിതരായ ചെറുപ്പക്കാർ തോക്കുമായി വന്ന് അവിടെ വെടിവെക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നമ്മൾ കണ്ടത്. അവസാനം ഇപ്പോൾ മന്ത്രിസഭയിലുള്ള അനുരാഗ് ഠാക്കൂർ ഈ ഗോലിമാരോ മുദ്രാവാക്യം വിളിക്കുന്നു. കപിൽ മിശ്ര എന്ന് പറയുന്ന BJP നേതാവ്, ഡൽഹിയിലെ BJP നേതാവ് പറയുന്നു, നാളെ കേന്ദ്ര സർക്കാരിന് അൾട്ടിമേറ്റം കൊടുക്കുന്നു, നാളെ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. പിറ്റേന്ന് കലാപം തുടങ്ങി അതിൽ മരിക്കുന്നതാരാണ്? ഈ സമരത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ CA എന്ന നിയമത്തിൻ്റെ ഇരകളായി മാറുന്ന ജനവിഭാഗമാണ്. അതിൽ മരിക്കുന്നതിൽ 75% പേരും അവരാണ് മരിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ളൊരു കലാപമാണ് നടന്നത്. ആ കലാപം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിലുള്ള സമയത്താണ് ആ കലാപം നടക്കുന്നത്. ആലോചിക്കുക. ഈ കലാപം 2-3 ദിവസത്തിനുള്ളിൽ കെട്ടടങ്ങുന്നു. കലാപം കെട്ടടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഡൽഹി പോലീസ്, കുപ്രസിദ്ധമായ ഡൽഹി പോലീസ് ഈ സമരം ചെയ്ത ആളുകളെ ഈ റയറ്റിൻ്റെ ഗൂഢാലോചനക്കാരായി കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നു. നിരവധി പേരെ UAPA ചാർത്തി അകത്തിടുന്നു. ഒരു കോടതിയിൽ ഈ കേസ് വരുമ്പോൾ, നമ്മൾ കോടതി എന്ന് പറയുമ്പോൾ കോടതിക്ക് മുമ്പിൽ വരുന്ന രേഖകൾ പ്രകാരമാണ് കോടതികൾ നിരീക്ഷണം നടത്തുകയും വിധി പറയുകയും ജാമ്യം നൽകുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നാണ് നമ്മൾ വെപ്പ്. പക്ഷെ അത് മാത്രമല്ല, ഈ കോടതികൾക്ക് ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അവിടുത്തെ ന്യായാധിപന്മാർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് നടന്നത്. അപ്പോൾ UAPA ചാർത്തിയ ഒരാളെ ഡൽഹി പോലീസ് ഒരാളെ കൊണ്ടുവരികയാണ്. എന്താ നീ ചെയ്ത തെറ്റ്? ഡൽഹി കലാപത്തിൽ ഗൂഢാലോചന നടത്തി എന്ന് കാണുമ്പോൾ പത്രം വായിക്കാത്തവരോ ടെലിവിഷൻ കാണാത്തവരോ എല്ലാം ന്യായാധിപന്മാർ. അവർ കോടതികൾക്ക് വെൽ ഇൻഫോംഡ് ആണല്ലോ രാജ്യത്ത് നടക്കുന്നുള്ളത്. ഇത്രയും പച്ചയായ, ഇത്രയും നഗ്നമായ ഒരു നീതി ലംഘനം, നീതി നിഷേധം ഡൽഹി റൈറ്റ് പോലെ അതിൽ പ്രതിചേർക്കപ്പെട്ട UAPA കേസ്, ഡൽഹി ഗൂഢാലോചന കേസിൽ പ്രതിചേർക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ രാജ്യത്ത് വേറെ എവിടെ ഉണ്ടായിട്ടില്ല. ബാക്കി ഇപ്പോൾ ബോംബ് സ്ഫോടനങ്ങളിലും ഒക്കെ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനിലൊക്കെ ആളുകൾ നിരപരാധികളെ പിടിച്ചകത്തിടുന്നുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടിലെ സക്കരിയെ പോലുള്ള ആളുകൾ അവർ നിരവധി കാലം ജയിലിൽ കിടന്ന് പുറത്തു വരുന്നുണ്ട്. അത് നമുക്കറിയില്ല അവിടെ അവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്, സാധാരണക്കാർക്ക് അറിയില്ല. ഇപ്പോൾ മഹദനി കോയമ്പത്തൂർ ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയാക്കി 10 വർഷമകത്ത് കിടന്നു. നമുക്കറിയില്ല മഹദനി ചെയ്തോ ചെയ്തില്ല എന്ന് നമുക്കറിയില്ല. കോടതിയാണ് കണ്ടെത്തി അവരെ അദ്ദേഹത്തെ പുറത്തു വിടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ലോകത്തിന് എല്ലാവർക്കും അറിയാം, ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാം അവിടെ എന്താണ് നടന്നെന്നുള്ളതും അവരെന്താണ് ചെയ്തതെന്നുള്ളതും അവർ കലാപം ഉണ്ടാക്കിയില്ല എന്നുള്ളതും. കാരണം കലാപം ഇൻസ്റ്റിഗേറ്റ് ചെയ്തവരും കലാപത്തിന് ആഹ്വാനം ചെയ്തവരും മന്ത്രിസഭയിലിരിക്കുകയാണെന്നേ. മന്ത്രിസഭയിലിരിക്കുമ്പോഴാണ് ഈ സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ അവർ കലാപം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ജാമ്യം, 7 ദിവസത്തെ ജാമ്യം എന്ന് പറയുന്നത് അതൊരു
എന്തോ തുരങ്കത്തിനപ്പുറമുള്ള വെളിച്ചമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം അത് ആ ജാമ്യമല്ല കൊടുക്കേണ്ടത്. കോടതികൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് നടന്നതെന്നുള്ളത്. അത് ഉമർ ഖാലിദിൻ്റെ വിഷയത്തിലാണെങ്കിലും ഗുൽഷിഫ ഫാത്തിമയുടെ വിഷയത്തിലാണെങ്കിലും ബീരാൻ ഹൈദറിൻ്റെ വിഷയത്തിലാണെങ്കിലും അവരെന്താണ് ചെയ്തതെന്നും ആ രാജ്യത്ത് എന്താണ് നടന്നതെന്നും കോടതികൾ വെൽ ഇൻഫോംഡ് ആയിരിക്കെ ഇപ്പോൾ ഈ കണ്ടതൊക്കെ ഒരു ആശ്വാസമായോ തുരങ്കത്തിനപ്പുറമുള്ള വെളിച്ചമായോ ഞാൻ കാണുന്നില്ല. പകരം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യറി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദുരവസ്ഥയുണ്ട്. ആ ദുരവസ്ഥയുടെ ഒരു പ്രതിഫലനം മാത്രമാണ് ഉമർ ഖാലിദിൻ്റെ ആവട്ടെ ഇവരുടെ ആവട്ടെ ഈ ജയിൽവാസം എന്നേ പറയാൻ കഴിയും. ആ ദുരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ആ ശ്രേണിയിൽ ഓർക്കേണ്ട സ്റ്റാൻ സ്വാമിയുടെ പേരുണ്ട്, സായിബാബയുടെ പേരുണ്ട്, അങ്ങനെ കുറേയധികം പേരുകളുണ്ട്. അപ്പോൾ ഈ എപ്പോഴും ഈ ഉമർ ഖാലിദിൻ്റെ ജാമ്യാപേക്ഷ കോടതിയുടെ മുൻപാകെ വരുമ്പോൾ അതൊരു പ്രത്യേക ബെഞ്ചിൻ്റെ അടുത്തേക്ക് പോകുന്നു. അത് മോദിയുടെ അടുപ്പക്കാരിലേക്ക് പോകുന്നു എന്ന് വിമർശിച്ചത് മറ്റാരുമല്ല, ദുഷ്യന്ത് ദവെയാണ്. അതെ, ഇപ്പോൾ ഉമർ ഖാലിദിന് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നത് ആശ്വാസകരമായൊരു വാർത്തയായിരിക്കുമ്പോഴും അജിംസും രേഷ്മയുമൊക്കെ ചൂണ്ടിക്കാട്ടുന്ന പൊതു ഉത്കണ്ഠകൾക്ക് അതൊന്നും പരിഹാരമാകുന്നില്ല. ഇപ്പോൾ ജാമ്യവുമായി ബന്ധപ്പെട്ട് ജാമ്യം തന്നെ ഒരർത്ഥത്തിൽ തുറന്ന ജയിലിലെ തടവ് പോലെയാക്കുന്ന രീതി ഇപ്പോൾ വരുന്നുണ്ട്. നീതിപീഠങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ജാമ്യം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമായി കാണാതെ അത് തന്നെ കർശന വ്യവസ്ഥകളോടെയാക്കി ജയിലിന് പുറത്താണ് എങ്കിലും നിങ്ങൾ സ്റ്റേറ്റിൻ്റെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് നിയന്ത്രിതമായ നീക്കങ്ങൾ മാത്രമേ സാധ്യമാകൂ, അങ്ങനെ അതിനെ പരിമിതപ്പെടുത്തുന്നുണ്ട്. അതല്ല ജാമ്യം. അങ്ങനെ ഒരു ജാമ്യം ഒരു നീതിന്യായ സംവിധാനം കൊടുക്കുന്നുവെങ്കിൽ അത് പോലീസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമായിട്ട് ആ നീതിന്യായ സംവിധാനം പരിമിതപ്പെടുന്നുവെന്ന ആപൽക്കരമായൊരു സൂചനയുണ്ട്. ഇത് ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് 7 ദിവസത്തെ ജാമ്യമാണ്. അയാളുടെ വീട്ടിലിരുന്നോണം. അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ, ഈ വിവാഹ ചടങ്ങുമായി ബന്ധമുള്ള ബന്ധുക്കളുടെ വീടുകളിൽ മാത്രം പോകണം. അയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ ജയിലിൽ കിടക്കുന്നതാണ് ഭേദമെന്ന് തോന്നാവുന്ന അവസ്ഥയാണ് ഉമർ ഖാലിദിന്. ഇതൊറ്റപ്പെട്ടതല്ല. ഇപ്പോൾ ഭീമ കൊരേഗാവുമായി ബന്ധപ്പെട്ട് ദീർഘമായ ഈ പറയുന്ന നിയമ പോരാട്ടത്തിന് ശേഷം ഒരു വ്യക്തിക്ക് അതിൽ ജാമ്യം കിട്ടുമ്പോൾ നമ്മൾ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യവസ്ഥകളാണ് വരുന്നത്. അയാൾ എവിടെയും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മതിയായ പോലീസ് സുരക്ഷയ്ക്കുള്ള ചെലവ് വഹിക്കണം, അല്ലേ? അങ്ങനെയായിരുന്നു അതിനകത്തൊരു വ്യവസ്ഥ. അയാൾ തന്നെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വാടക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഇവരുടെ മുഴുവൻ ചെലവും വഹിക്കണം. ഇങ്ങനെയായിരുന്നു ആ വ്യവസ്ഥ. അപ്പോൾ എന്ത് ചെയ്തു? മഹാരാഷ്ട്ര സർക്കാർ ഈ പറയുന്ന ഒരു ബില്ല് കൊടുത്തു. അത് ഇയാൾക്ക് ഒരു നിലയിലും മീറ്റ് ചെയ്യാൻ കഴിയാത്ത അത്രയും വലിയ തുകയായിരുന്നു. പിന്നെ കോടതി ഇടപെട്ടുകൊണ്ടാണ് അത് കുറേ കൂടെ ചെറുതാക്കുകയും ആ ബില്ലിൽ ഇടപെടുകയൊക്കെ ചെയ്തത്. അജിംസും മദനയുടെ കാര്യം പറഞ്ഞല്ലോ. മദനിക്ക് ഇവിടേക്ക് ചികിത്സയ്ക്ക് വരാനായിട്ട് എങ്ങനെയാണ് കർണാടക പോലീസ് അവരൊരു ബില്ല് കൊടുത്തതെന്ന് നമുക്കറിയുന്നതാണ്. മദനി അവിടെ തന്നെ കഴിയാമെന്ന് മദനി സ്വയം വിചാരിച്ചു പോകും. അത്ര വലിയ ബില്ലാണ് വരുന്നത്. അപ്പോൾ ബില്ല് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ജാമ്യത്തെ നിഷേധിക്കുന്ന പോലീസിന് ഈ പറയുന്ന കോടതിയെപ്പോലും മറികടക്കാൻ കഴിയുന്ന ഒരു ആയുധമായി മാറുന്നു. കോടതി തന്നെ വിചിത്രപ്പെട്ട ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കാറുണ്ട്. പ്രതികൾക്ക് ജാമ്യം നൽകുന്ന ഘട്ടത്തിൽ പോലീസുമായി ചേർന്നുകൊണ്ടാണ് നിങ്ങളുടെ ലൊക്കേഷൻ എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം പോലീസുമായി. അപ്പോൾ ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന സംവിധാനത്തെ പരിപാലിക്കേണ്ട ഭരണഘടനാ കോടതികളാണ് ഇത്തരം വിചിത്രമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്, അല്ലെങ്കിൽ പോലീസും പ്രോസിക്യൂഷനും പറയുന്ന ഇത്തരം ഉപാധികൾ അംഗീകരിക്കുന്നത്. അപ്പോൾ കോടതി അനുവദിച്ചു കൊടുക്കുന്ന ജാമ്യങ്ങൾ പുതിയ സ്വഭാവത്തിൽ ഭരണഘടനയെ ലംഘിക്കുന്ന തരത്തിലുള്ള പുതിയ വ്യവസ്ഥകളോടെ കോടതിക്ക് പുറത്ത്, ജയിലിന് പുറത്ത് ഒരു നീതി നിഷേധത്തിൻ്റെ പുതിയ സംവിധാനം ഉണ്ടാക്കുന്നു എന്നത് ആപൽക്കരമാണ്. ആ ആപൽക്കരമായ സംഭവങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണിപ്പോൾ നമുക്കൊരാശ്വാസമായി ഇപ്പോൾ നാം കാണുന്നുവെങ്കിലും ആപൽക്കരമായി കൂടി കാണേണ്ട ഉമർ ഖാലിദിന് ലഭിച്ചിരിക്കുന്ന ജാമ്യവും അതിലെ വ്യവസ്ഥകളും. ഇനി കൂടാതെ ഇപ്പോൾ സായിബാബയുടെയും സ്റ്റാൻ സ്വാമിയുടെയൊക്കെ കാര്യം രേഷ്മ പറയുകയുണ്ടായി. ഇപ്പോൾ സായിബാബയെ അവിടെ ഇട്ട് അങ്ങേയറ്റത്തെ നീതി നിഷേധത്തിന് അദ്ദേഹം വിധേയനാവുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകുന്നു. ഞാൻ പറയുന്നതിൽ പിഴവുണ്ടെങ്കിൽ തിരുത്തണം. ഇരുട്ട വെളുക്കെ സുപ്രീം കോടതി ഉടനെ തന്നെ അതിൽ പ്രവർത്തിക്കുകയാണ്, അത് നിഷേധിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ കുറ്റവിമുക്തനായല്ലേ അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. എത്ര നാൾ ജീവിച്ചു? അപ്പോൾ ഒരർത്ഥത്തിൽ തടവറയിലിട്ടുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന സാധാരണഗതിയിലുള്ള വാക്കുകളല്ല ഇനി നാം ഇത്തരം കടന്നാക്രമണങ്ങളെ ജുഡീഷ്യറിയെ പോലും ഭാഗഭാക്കാക്കിക്കൊണ്ട്, നമ്മൾ നേരത്തെ പറയാനുള്ള ജുഡീഷ്യറിയെ നോക്കൂത്തിയാക്കിക്കൊണ്ടെന്നാണ്, അല്ല, ജുഡീഷ്യറിയെ കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ടുള്ള ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തെ അവിടെ ഇടുന്നു, പിന്നീട് അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് പുറത്തു വരുന്നു. ഏറെ നാൾ ജീവിച്ചിരിക്കുന്നില്ല. സ്വാഭാവിക മരണമാണോ? അല്ല, വധശിക്ഷയാണ്.
നടപ്പാക്കപ്പെടുന്നത് പുറത്തു വെച്ചാണ് എന്ന് മാത്രം. അപ്പോൾ ഒരാൾക്ക് ജീവിക്കാൻ കഴിയാത്ത അത്രയും, മരണത്തിന് വിട്ടുകൊടുക്കുന്ന അത്രയും രൂപത്തിലേക്ക് അയാളെ തടവറയിലിടുക, അതിനുശേഷം അയാൾക്ക് മോചനം കിട്ടുക. മോചനം കിട്ടുമ്പോൾ അത് ഭൗതിക ശരീരത്തിൽ നിന്നടക്കമുള്ള മോചനമായി മാറുന്ന അവസ്ഥ സംഭവിക്കുക. ഇതാണ് നീണ്ടുപോകുന്ന തടവറകൾക്കപ്പുറത്തേക്ക് സംഭവിക്കുന്ന നമ്മൾ വലിയ പ്രതീക്ഷ എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒടുവിൽ മോചിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ സായിബാബയുടെ അവസ്ഥ, ഒടുവിലൊരു ജാമ്യം കിട്ടിയല്ലോ എന്ന് പറയുന്ന ഉമർ ഖാലിദിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഡൽഹി കലാപമായാലും ഈ പറയുന്ന ക്യാമ്പസ് രാഷ്ട്രീയമായാലും അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ഭരണകൂട ഇടപെടലുകളായിരുന്നു ഇതെല്ലാം. രേഷ്മ നേരത്തെ പറയുകയുണ്ടായി, അംബേദ്കർ പ്രശ്നത്തിൽ ഈ കെജ്രിവാൾ കത്തയച്ചല്ലോ എന്ന്. അയാളുടെ മൂക്കിന് താഴെ നടന്നതാണ് ഈ സംഭവം. അയാൾ ഒരിക്കലെങ്കിലും അങ്ങോട്ട് പോയിട്ടുണ്ടോ? എന്താണ് അയാൾക്ക് തടസ്സമായി നിന്നിരുന്നത്, അല്ലേ? അപ്പോൾ നിർണായക സന്ദർഭങ്ങളിൽ ആർക്കൊക്കെ ഒപ്പമാണ് ചേരുക എന്നത് NDA സഖ്യത്തിൽ ഇല്ലാത്ത കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പല വെളിപ്പെടുത്തലുകൾ നടത്താവുന്ന ഒരു നല്ല ഉദാഹരണമാണ് 7 ദിവസമെങ്കിൽ 7 ദിവസം പുറത്തേക്ക് വരുന്ന ഉമർ ഖാലിദ് നമുക്ക് നൽകുന്ന ഉത്തരങ്ങൾ. യെസ്, അത് തന്നെയാണ്. 7 ദിവസമാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. നീതി ഒരുപാട് അകലെ എന്ന് വീണ്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.